നമസ്കാരം. അങ്ങനെ മണ്ഡലം ചുറ്റും മഹിളകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കണ്ണാടി പഞ്ചായത്തിലാണ്. കണ്ണാടി പഞ്ചായത്തിലെ 9ാം വാർഡ് പരപ്പന എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മുടെ LDF-ന്റെ സ്ഥാനാർത്ഥി NMR റസാഖ് വോട്ട് ചോദിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ വലിയ സ്വീകരണമാണ് ഇവിടെ. ഈ പ്രദേശത്ത് മുഴുവനും അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സ് ആണുള്ളത്. നമ്മൾ അതിനു മുൻപ് തന്നെ അവരോട് സംസാരിക്കാനും ശ്രമിച്ചിരുന്നു. അപ്പോൾ ഊഷ്മളമായ സ്വീകരണം നൽകി പ്രചാരണത്തിനിറങ്ങിയ സ്ഥാനാർത്ഥിയെ നമസ്കാരം സ്വീകരിക്കുകയാണ്. അപ്പൊ ഞങ്ങളും കൂടെ അപ്പൊ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. എങ്ങനെയുണ്ട് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ? വളരെ ആവേശത്തിലാണ് പോയിക്കൊണ്ടത്. നാട്ടുകാരും പ്രവർത്തകരൊക്കെ വളരെ ആവേശത്തോടുകൂടി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് ഇടതുപക്ഷത്തിനെ ജയിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ, അത് ബഹുഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ്. അതെ, ഇപ്പൊ മത്സരിക്കുന്ന മറ്റു രണ്ടുപേരെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രമേശ് പിഷാരടിയാണ്, ഒന്ന് നമ്മുടെ ശോഭാ സുരേന്ദ്രനാണ്. അപ്പം ഇവർക്കൊപ്പം അങ്ങ് കന്നി അംഗത്തിനെയാണ് ഇറങ്ങുന്നത്. അതെ, രമേശ് പിഷാരടിയാണ്. പക്ഷേ LDF സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്ന സാഹചര്യത്തിൽ എങ്ങനെയുണ്ട്? ഒരു ബിസിനസ് മേഖലയിൽ നിന്ന് ഈ ഒരു കുപ്പായം അണിയുമ്പോൾ എന്താണ് തോന്നുന്നത്? അതൊന്നുമില്ല, നമ്മള് കച്ചവടം എന്നുള്ളത് നമ്മുടെ തൊഴിലാണ്. അല്ലാതെ നമ്മുടെ മനസ്സിനകത്ത് ചില സ്വപ്നങ്ങളുണ്ടാവും, ചില കാഴ്ചപ്പാടുകളുണ്ടാവും. അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എനിക്ക് എൻ്റെ നഗരവുമായി ബന്ധപ്പെട്ട്, എൻ്റെ പാലക്കാടുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി മൂന്നാമത് വരുന്ന പിണറായി ഗവൺമെൻറ്റിൽ ഭരണപക്ഷത്തുള്ള ഒരു MLA വേണം. ആ MLA അങ്ങനെ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് വികസനം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് തരത്തിൽ ഈ വോട്ട് ഉയർത്താനാകുമെന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയാണ് ഈ ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ലേശം ഓർമ്മ തെറ്റുണ്ടേ. എനിക്ക് അവസാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഓർമ്മ വരുന്നത്. അതില് LDF രണ്ടാമതാണ്. അപ്പൊ പിന്നെ LDF-നും UDF-നും തമ്മിൽ ചെറിയൊരു വോട്ട് വ്യത്യാസമുള്ളൂ. അത് മറികടന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമുക്ക് പല അടിസ്ഥാനമില്ലാത്ത പല ആരോപണങ്ങൾ നമ്മൾ തെളിയിക്കുന്നതാണ്. നമ്മളിപ്പോൾ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ ഡീലിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എന്തായാലും അതിനെക്കുറിച്ച് ചോദിക്കാതെ പോകുന്നത് തെറ്റല്ലേ? ഒരു ഡീല് ജനങ്ങളുമായിട്ടുണ്ട്, ഡീലുണ്ട്. കാരണം അവർക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ വികസനം, ഇതൊക്കെ നമ്മുടെ ഡീലിൽപ്പെട്ടാണ്. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് ഇനി എത്ര കണ്ട് ഈ സർക്കാരിനെ കൊണ്ട് എന്തൊക്കെ നമുക്കറിയാം. കേന്ദ്രം ഒന്നും കൊടുക്കാതിരിക്കുന്ന സമയത്ത് 1 ലക്ഷം കോടി രൂപയുടെ മേലെ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾക്ക്, വികസനങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയ സർക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചത്. അപ്പോൾ അത്രയും നല്ലൊരു സർക്കാർ, വികസന കാഴ്ചപ്പാടുള്ള സർക്കാർ വരിക എന്നുള്ളത് ജനങ്ങളുടെ ഡീലിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഡീല് നമ്മൾ നടപ്പാക്കും. ഇന്നലെ കേട്ട ഒരു കാര്യം, NMR ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് വോട്ടായി മാറുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവരുടെ ഒരു വികാരം കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഒരുപാട് ഭയങ്കര ചിരപരിചിതരായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ ജനങ്ങൾക്കിടയിൽ? നമ്മൾ സമൂഹത്തിനോട് എന്നും ഒരു പ്രതിബദ്ധതയുള്ള, കടപ്പാടുള്ള ഒരു മനുഷ്യനായി, പച്ച മനുഷ്യനായി ജീവിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം ഈ വോട്ടെടുപ്പിൽ കാണുമെന്നുള്ളതാണ്. പിന്നെ ബിരിയാണിയൊക്കെ തൊഴില്ല, അതും വോട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് കച്ചവടം ഒരു ഭാഗത്ത് നടക്കും. നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനാണ് ഇവർ പിന്തുണയ്ക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അതിനകത്ത് നമുക്ക് തമാശയും കച്ചവടവും ഒക്കെ കൊണ്ടുവന്നതിന് അതിൻ്റെ ആ ഒരു ഗൗരവം ഇല്ല. അതായത് വികസനം തന്നെ മുൻനിർത്തിയുള്ള പ്രചാരണം തന്നെയാണ്. വികസനം തന്നെ മുൻനിർത്തിയുള്ള പ്രചാരമാണ്. മതേതര മനസ്സുകളുടെ ഒരു കൂട്ടായ്മ, അതിൻ്റെ ഒരു ഒത്തൊരുമ, അതിൻ്റെ ഒരു വിജയം, അത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നതും അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പാലക്കാട് ഒരു കർഷക ഗ്രാമമാണ്. കർഷകരുടെ പല പ്രശ്നങ്ങളും ഇപ്പോഴും ഇങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട്. അവർക്ക് എന്താണ് ഒരു ഉറപ്പ് നൽകാനുള്ളത്? കർഷകരുടെ പ്രശ്നങ്ങൾക്ക് മുഴുവനും, കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ MLA ആയി ജയിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗത്ത് നമുക്ക് ഇടപെടാൻ പറ്റുമോ മുഴുവൻ ഭാഗത്തും. ഞാനിപ്പോൾ പറയുന്നത് ഇവരോടൊക്കെ, പല ആൾക്കാരോടും പറയുന്നത്, ഒരു MLA കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന നിങ്ങൾ തെളിയിക്കണം എന്നാണ് പറയുന്നത്. MLA എന്ന നിലയ്ക്കുള്ള വാഗ്ദാനമല്ല, MLA ആകാൻ പോകുന്ന ഒരു വാഗ്ദാനമില്ല. MLA കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തെളിയിക്കണം. അതിന് നിന്നു കൊടുക്കാനാണ് MLA എന്ന് പറയുന്നത്.
അപ്പൊ എന്തായാലും അങ്ങനെ വലിയ ആവേശത്തിൽ ഇവിടെ മണ്ഡലത്തിൽ ഉള്ള യാത്ര തുടരുകയാണ്. ആശംസകൾ, എല്ലാവിധത്തിലുള്ള ആശംസകളും Thank അങ്ങനെ you. നേരുന്നു. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തിലാണ് NMR റസാഖ് ഇപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഇവിടെ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ വന്ന് നിൽക്കുന്ന അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകരും. നമ്മൾ മുൻപ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്തിലെ 9ാം വാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും ബിരിയാണി കച്ചവടമാണ്, അതിനപ്പുറത്തേക്ക് വോട്ട് പിടിക്കാനാകുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത് അല്ലേ? ജയിച്ചാൽ ഒരുപാട് വികസന വാഗ്ദാനങ്ങളും അദ്ദേഹം നൽകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.